നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രതാപ, വീട്ടിലെ ഇൻഷുറൻസ് കമ്പനിക്കാര് വന്നു പോയതിനു ശേഷം അതിനെ ചൊല്ലി ആർക്കും ഒരു സംശയമോ അഭിപ്രായമോ വന്നിട്ടില്ലല്ലോ. എന്തുപറ്റി? ഇല്ലേജി, അതിനെക്കുറിച്ച് ആർക്കും ഒരു സംശയമില്ല. അതുമാത്രമല്ല, വിശാൽ ആ പേപ്പറുകൾ വലിച്ചേറി എറിഞ്ഞതോടെ എല്ലാവരും സൈലന്റായി. ശേഖർ എന്ന ചേച്ചിയുടെ ആദ്യ ഭർത്താവ്, അയാളോടുള്ള വിശാലിന്റെ ദേഷ്യം ഇതുവരെ തീർന്നിട്ടില്ല. അത് നമുക്ക് ഒരുപാട് പ്രയോജനമായി. അതൊരു വകയിൽ നമുക്ക് ഫേവറബിൾ ആയി പ്രതാപ. അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരും ആ വിഷയത്തെക്കുറിച്ച് ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് നമുക്ക് വലിയ തലവേദന ഉണ്ടാക്കിയെന്നെ. അല്ല, രണ്ടുപേർക്കും ഒരു ജോലിയില്ലേ? എപ്പ നോക്കിയാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയും. അല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇല്ല. നീ ആരെക്കുറിച്ചാ പറയുന്നത് സുശീലേ? ആർക്കെന്ത് പ്രയോജനമില്ലാന്ന്? അയ്യോ, നിങ്ങളെ കുറിച്ചല്ല, ആ പാർവതിയുടെയും ഗാർഗിയുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. രണ്ടും കൂടി മനുഷ്യന്റെ സ്വസ്ഥത നശിപ്പിക്കും. അല്ല, അവരിപ്പോ എന്ത് ചെയ്തെന്ന് സുശീലിച്ച് പറഞ്ഞു വരുന്നേ? അവളില്ലേ, ആ ഗാർഗി, അവളെ ആവശ്യമില്ലാത്തൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അത് നമ്മുടെ മേലെ എക്സ്പെരിമെന്റ് ചെയ്തോണ്ടിരിക്കുക. ഗാർഗിയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നേ ഭംഗി. അവൾ എപ്പോ നോക്കിയാലും മൊബൈലും കൈപ്പിടിച്ചോണ്ട് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലാണ് ഉള്ളത്. അല്ല, പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ഇവിടെ ഇല്ലല്ലോ. ഏതായാലും കുറച്ച് ദിവസമായിട്ട് കുറച്ച് ഓവറാ. അവളോടൊപ്പേ ആ പാർവതിയും കൂടെ ചേർന്നിട്ട് ഭയങ്കര സീനാ നടന്നോണ്ടിരിക്കുന്നെ. സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? ഫോൺ ആപ്പിൽ പാർവതി ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെ ചേച്ചി, എനിക്ക് മനസ്സിലാവത്തെ. പട്ടിക്കാട്ടിന്ന് വന്ന പാർവതിക്ക് ഫോൺ എങ്ങനെ ഉപയോഗിക്കണ്ടെന്ന് പോലും അറിയില്ല. അവളെങ്ങനെയാ സ്മാർട്ട് ഫോണ്, ആപ്പ് ഇതിലൊക്കെ താല്പര്യം കാണിക്കുന്നേ? അത് ഏത് ആപ്പാ അവര് ഡൗൺലോഡ് ചെയ്തത്? അത് വെച്ച് അവർ രണ്ടുപേരും എന്താ ചെയ്യുന്നത്? അതെ, ഒരു ഏജ് ബേസ്ഡ് ആപ്പാ. അതിൽ നമ്മുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്ത ഓരോ പ്രായത്തിലും നമ്മൾ എങ്ങനെയായിരിക്കുമെന്ന് ആപ്പ് കാണിച്ചു തരും. അത് വെച്ചോണ്ട് ഗാർഗി നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് പ്രായമാവുമ്പോ നമ്മൾ ഇരിക്കുന്ന കോലം നോക്കി നമ്മളെ കളിയാക്കി ചിരിക്കുക. ആ പാർവതിയും കൂട്ടുചേർന്നിട്ട് അവൾ ആരുടെയോ ഫോട്ടോ കൊടുത്തിട്ട് ആ രൂപം പ്രായമായാൽ എങ്ങനെയിരിക്കുമെന്ന് ചോദിച്ചോണ്ടിരിക്കുക. അത് ആരുടെ ഫോട്ടോയാ സുശീല? അതൊന്നും എനിക്കറിയില്ല. പിന്നെ അത് നോക്കലല്ലേ എന്റെ ജോലി. അല്ല സുശീലേച്ചി, അതേച്ചി, അത് ആണിന്റെ ഫോട്ടോ ആണോ അതോ പെണ്ണിന്റെ ഫോട്ടോ ആണോ? അത് മാത്രം പറഞ്ഞാൽ മതി. ആ പിള്ളേര് കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് കൂടെ തുള്ളലല്ല എന്റെ ജോലി. അല്ല, ആ ഫോട്ടോയുടെ സൈസ് എങ്കിലും ഒന്ന് പറയാമോ? സ്റ്റാമ്പ് സൈസോ, പാസ്പോർട്ട് സൈസോ, ഫുൾ സൈസോ, അങ്ങനെ? അതൊന്നും എനിക്കറിയില്ല പ്രതാപ. ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞില്ലേ? അതൊക്കെയല്ലേ സുശീല ശ്രദ്ധിക്കേണ്ടത്. ശരി, അത് പഴയതാണോ പുതിയതാണെന്നെങ്കിലും നോക്കിയായിരുന്നു? ഇല്ല, അവരെ സഹിക്കാൻ വയ്യാത്തോണ്ട് ഞാൻ ഇവിടേക്ക് വന്നത്. അയ്യോ, നീയോ ഇങ്ങനെ തുടങ്ങല്ലേ പ്രതാപ. ശരി ചേച്ചി, ശരി ശരി, നിർത്തി. വിശാല് കീറിക്കളഞ്ഞ ഇൻഷുറൻസ് പോളിസി പേപ്പറില് ശേഖറിന്റെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ പേപ്പറിൽ ഒട്ടിച്ചിരിക്കുന്ന ഫോട്ടോ ആയിരിക്കുമോ പാർവതി ഗാർഗിക്ക് എടുത്തു കൊടുത്തത്? ചേച്ചി വിചാരിക്കുന്നത് ശേഖറിന്റെ ഫോട്ടോയെ കുറിച്ചാണെങ്കിൽ ഞാനും വിചാരിക്കുന്നത് ആ ഫോട്ടോ അതായിരിക്കുമോ എന്ന് തന്നെയാ. അതേതാണെന്ന് വേഗം കണ്ടുപിടിക്കണം. ആ ഫോട്ടോ ഞാനൊരു മൊബൈൽ ആപ്പില് കയറ്റി ചേഞ്ച് വരുത്തിയപ്പോഴാ എനിക്ക് മനസ്സിലായത് ഈ നിൽക്കുന്നത് പാർവതിയുടെ അച്ഛനാണെന്ന്.
കുട്ടി എന്ത് വിഡ്ഢിത്വമായി വിളിച്ചു പറയുന്നത്? പാർവതി എന്റെ മകളാണെന്നോ? ഒരിക്കലും അല്ല. എനിക്കിങ്ങനെ ഒരു മകളില്ല. അല്ല, അപ്പൊ ആ പഴയ ഫോട്ടോ കാണിച്ചിട്ട് ഇതെന്റെ അച്ഛനാണെന്ന് കരുതിക്കൊള്ളാൻ പാർവതി പറഞ്ഞതോ? ആ അതെ അതെ, അത് പാർവതി പറഞ്ഞു. അത് ഞാനും കേട്ടതാ. അച്ഛനെ പോലെ എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതല്ലാതെ അച്ഛനാണെന്ന് ഞാൻ പറഞ്ഞോ? ഗാഗി, ശേഖരൻ പറഞ്ഞത് നീ കേട്ടില്ലേ? പാർവതി മകളല്ലെന്ന്. പാർവതിയും നീ പറഞ്ഞതിനെ അംഗീകരിക്കുന്നില്ല. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നീ പറഞ്ഞത് വെറും പൊട്ടത്തരമാണെന്നോ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വെറുതെ അനാവശ്യങ്ങൾ പറയാൻ നിൽക്കരുത് നീ. പാർവതിയുടെ അച്ഛൻ ശങ്കരശാസ്ത്രിയുടെ മകനാണ്. അയാൾ എന്നെ നാടുവിട്ടുപോയി. അതിനുശേഷം അയാളെ ആരും കണ്ടിട്ടില്ല. ശേഖരനെ പാർവതി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കരുതി ശേഖരൻ പാർവതിയുടെ അച്ഛനാവോ? വെറുതെ ഇല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് സൂക്ഷിച്ചു വേണം. അമ്മ പറഞ്ഞത് അതിന്റെ ശരി. ഗാർഗി, നീ കാണിച്ചത് വലിയ മര്യാദകേടായിപ്പോയി. ഇതായിരുന്നോ നിന്റെ മഹോരഹസ്യം? സംഗതി ചീറ്റിപ്പോയല്ലോ മോളെ. പാർവതി, ഇവള് പറയുന്ന ആ ഫോട്ടോ എവിടെ? അത് ഞാൻ കീറിക്കളഞ്ഞു. കീറിക്കളഞ്ഞോ? അതെ, കീറിക്കളഞ്ഞു. നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിനുള്ള മറുപടിയും കിട്ടിയല്ലോ. ഇനിയിപ്പം സദസ്സ് പിരിച്ചുവിടാമല്ലോ. ഇനിയും ഇവളുടെ വെട്ടിത്തരത്തിന് ചെവി കൊടുക്കാതെ എല്ലാവരും അവനവന്റെ കാര്യം നോക്കി പോകാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.